സ്വർണം, സ്ഥലം, ഓഹരികൾ എന്ത് മേടിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും പുതിയ ബജറ്റ് പ്രകാരം നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. സ്വർണവും സ്ഥലമൊക്കെ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിൻ്റെ പുറത്ത് 20% ഉണ്ടായിരുന്ന നികുതി 12.5% കുറച്ചെങ്കിലും ഇനി നികുതി കൂടുതൽ കൊടുക്കേണ്ടി വരും എന്ന് കരുതുന്നുണ്ട്. അതെങ്ങനെ ശരിയാവുമെന്ന് തോന്നാം, പക്ഷേ കണക്കുകൾ പ്രകാരം കാര്യങ്ങൾ സത്യമാണ്. ചെറുതായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അത് ഞാൻ പറയാം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂ ടാക്സ് റെജീം പ്രകാരം ഡയറക്റ്റ് ഇൻകം ടാക്സ് കൊടുക്കുന്നവർക്ക് ചില നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ശമ്പളം മേടിക്കുന്ന സാധാരണക്കാർക്ക് എത്രത്തോളം ഗുണമാവുമെന്ന് നമ്മൾ പരിശോധിക്കണം. മൂന്നാമത്തെ കാര്യം, യുവാക്കൾക്ക്, പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഗുണമാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ ബജറ്റിലുണ്ടെന്ന് നമ്മൾ നോക്കണം. പുതിയ ബജറ്റിലെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നതുപോലെ എളുപ്പത്തിലാണ് ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. പുതിയ കേന്ദ്ര ബജറ്റിനെ കുറിച്ച് നിങ്ങളും കുറച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ എഴുതൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലിസ്റ്റഡ്, അൺലിസ്റ്റഡ് ഫൈനാൻഷ്യൽ അസറ്റുകളുടെയും നോൺ ഫൈനാൻഷ്യൽ അസറ്റുകളുടെയും എല്ലാം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും പുതിയ ബജറ്റ് പ്രകാരം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മേടിച്ച് സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ലാഭത്തിന് കൊടുക്കേണ്ട നികുതി കൂടിയിട്ടുണ്ട്. എന്നാൽ ഗുണകരമായിട്ടുള്ള ചെറിയ കാര്യങ്ങളും ഈ ബജറ്റ് മൂലം സംഭവിച്ചിട്ടുണ്ട്. അതെന്തെല്ലാമാണെന്ന് വിശദമായിട്ട് നമ്മളൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ എവിടെ നിക്ഷേപിക്കുകയാണെങ്കിലും അതിനുണ്ടാകുന്ന നികുതിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ എത്രത്തോളം യഥാർത്ഥ ലാഭം നമുക്കുണ്ടാവും എന്ന് പറയാൻ പറ്റുള്ളൂ. കാണുമ്പോൾ ലാഭം ഉണ്ടായാലും നികുതി കൊടുത്ത് ബാക്കിയൊന്നും കയ്യിലില്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ലാഭം കൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിക്ഷേപിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം. ഇനി നിക്ഷേപിക്കണമെന്ന് താല്പര്യമുള്ള ആളുകളും കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ നിക്ഷേപിക്കാൻ പോകുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങുകയാണെങ്കിൽ ആ സ്ഥലം പെട്ടെന്ന് നമുക്ക് വിൽക്കേണ്ടി വന്നാലോ? നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം പെട്ടെന്നൊരു സ്ഥലം വിൽക്കാനുണ്ട്, പെട്ടെന്നൊരു സാധനം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരക്ക് കൂട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ വില കുറവേ ആളുകൾ കാണുള്ളൂ. കാരണം എന്താണ്? നമ്മളാണ് അത്യാവശ്യക്കാരൻ. അപ്പോൾ നമ്മൾ അത്യാവശ്യക്കാരനാകുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ പോലും നമ്മുടെ സ്ഥലത്തിനോ സാധനങ്ങൾക്കോ കുറഞ്ഞ വില പറയും. കാരണം കിട്ടുന്ന വിലയ്ക്ക് വിറ്റൊഴിവാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് എവിടെ നിക്ഷേപിക്കുകയാണെങ്കിലും കുറച്ച് പണം നമ്മൾ ആദ്യമേ മാറ്റി വെക്കണം. അതിൻ്റെ കാരണം എന്താണ്? എമർജൻസി ഫണ്ട് എന്ന് പറയും. നമ്മുടെ മാസ വരുമാനത്തിൻ്റെ 3 ഇരട്ടി മുതൽ 6 ഇരട്ടി വരെ നമ്മളൊന്ന് മാറ്റി വെക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റുകൾ നമുക്ക് വിൽക്കേണ്ടി വരരുത്. ഒരു പക്ഷേ സ്ഥലം പെട്ടെന്ന് വിറ്റാൽ മാർക്കറ്റ് ഇല്ലാത്ത സമയത്തായിരിക്കും വിൽക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ നഷ്ടം സംഭവിച്ചേക്കാം. ഇനി ഷെയർ മാർക്കറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങി വെച്ച ഓഹരികൾ വില കുറയുന്ന സമയത്താണ് നമുക്ക് പണത്തിൻ്റെ ആവശ്യം വരുന്നതെങ്കിൽ കിട്ടുന്ന വിലയ്ക്ക് വിറ്റൊഴിവാക്കേണ്ടി വരും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടത്തിൽ വിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ മാസ വരുമാനത്തിൽ ഒരു 3 ഇരട്ടി മുതൽ 6 ഇരട്ടി വരെ ബാങ്കിൽ FD എല്ലാമായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പണമാക്കാൻ പറ്റുന്ന രീതിയിൽ ലിക്വിഡിറ്റി ഉള്ള രീതിയിൽ മാറ്റി വെക്കണം. പെട്ടെന്ന് ജോലിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓടിച്ചെന്ന് മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റിട്ട് അരി മേടിക്കാൻ പോവുകയല്ല ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് എമർജൻസി ഫണ്ട് മാറ്റി വെക്കേണ്ടത്. ഇതുപോലെ തന്നെ മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, രണ്ടാമത്തത് ടേം ഇൻഷുറൻസ് ആണ്. ആശുപത്രികളുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുമോ അല്ലെങ്കിൽ സ്ഥലം വിൽക്കാൻ പോവുമോ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ഹോസ്പിറ്റൽ ബില്ലുകളെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു പണം മുടക്കിയിട്ട് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കും. ഉദാഹരണത്തിന് നമ്മളൊരു 7000 രൂപ കൊടുത്ത് ഒരു 10 ലക്ഷം കവറേജുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചു എന്ന് വിചാരിക്കുക. ഈ 7000 രൂപയ്ക്ക് 10 ലക്ഷത്തിൻ്റെ മൂല്യമുണ്ട്. കാരണം 10 ലക്ഷം വരെയുള്ള ആശുപത്രി ചിലവുകൾ വഹിക്കാൻ ഈ ഹെൽത്ത് ഇൻഷുറൻസ് പര്യാപ്തമാണ്. അല്ലാതെ 10 ലക്ഷം രൂപ നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. 10 ലക്ഷം രൂപയുടെ ഷെയറുകൾ എപ്പോൾ വേണമെങ്കിലും വിൽക്കാൻ തയ്യാറായിട്ട് നമുക്ക് വേണ്ടി റെഡിയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ചെറിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചാൽ മതി. മാർക്കറ്റിൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 390 രൂപ കൊടുത്താൽ 1 കോടിയുടെ കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസുകൾ വരെ ലഭ്യമാണ്. പക്ഷേ പ്രായമനുസരിച്ച് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് വേണ്ട ഫീച്ചറുകൾക്കനുസരിച്ച് ഇൻഷുറൻസിൻ്റെ വിലയിലെല്ലാം വ്യത്യാസം വരാം. എങ്കിലും നിക്ഷേപിക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ ഫാമിലിക്കും ഉണ്ടായിരിക്കണം, എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യമാണ് ടേം ഇൻഷുറൻസ്. നമുക്കറിയാം, ഒരു ഫാമിലിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് ഒരു പക്ഷേ ഒരാളായിരിക്കാം. ആൾ പെട്ടെന്ന് മരണപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇതൊരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത പാടെ തകർത്ത് കളയുന്ന ഒന്നാണ്. അപ്പോൾ അവരുടെ അസറ്റുകളെല്ലാം വിൽക്കേണ്ടി വന്നാലോ? പെട്ടെന്ന് താമസിക്കുന്ന വീടുകൾ വിൽക്കേണ്ടി വന്നാലോ? വാട്സപ്പിൽ അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന രീതിയിൽ പോസ്റ്ററുകൾ വരേണ്ട അവസ്ഥ വന്നാലോ? അതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വളരെ കുറഞ്ഞ തുകയ്ക്ക് നമ്മളൊരു ടേം ഇൻഷുറൻസ് കിട്ടുന്നവരെടുത്ത് വെക്കണം. എല്ലാവർക്കും ടേം ഇൻഷുറൻസ് കിട്ടില്ല. നല്ല വിദ്യാഭ്യാസം വേണം, ആരോഗ്യം വേണം, നല്ല രീതിയിൽ സമ്പാദിക്കുന്നവരുമായിരിക്കണം. ഓരോ ഹ്യൂമൻ ലൈഫിനും വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനനുസരിച്ചുള്ളത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ 678 രൂപ പ്രതിമാസം അടച്ചു കഴിഞ്ഞാൽ 2 കോടി രൂപയുടെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസുകൾ വരെ ലഭ്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ടേം ഇൻഷുറൻസ് നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കിയ ശേഷം എടുത്തു വെക്കേണ്ടത് നിർബന്ധമാണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ടേം ഇൻഷുറൻസ് ആണെങ്കിലും വിവിധ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ കമ്പനികളെയും താരതമ്യം ചെയ്ത് ഏറ്റവും മികച്ചത് ഏതാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മാർക്കറ്റിൽ ഏത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ താരതമ്യം ചെയ്തിട്ട് മികച്ചതല്ലേ എടുക്കുക. അതുപോലെ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസും
ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസിനാണെങ്കിൽ 25% വരെ ഡിസ്കൗണ്ടിലും ടേം ഇൻഷുറൻസിനാണെങ്കിൽ 10% വരെ ഡിസ്കൗണ്ടിനും എടുക്കാൻ വേണ്ട ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കയറി നോക്കി താരതമ്യം ചെയ്യുക. ഇനിയും വൈകിപ്പിക്കേണ്ട, പെട്ടെന്ന് തന്നെ എടുത്തു വെക്കാം. അതിനുശേഷമാണ് വാസ്തവത്തിൽ നമ്മൾ നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇനി നമുക്ക് നിക്ഷേപത്തിൽ വന്നിട്ടുള്ള ടാക്സിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ലിസ്റ്റഡ് ഫൈനാൻഷ്യൽ അസറ്റുകൾ എന്ന് പറയുമ്പോൾ കമ്പനികളുടെ ഓഹരികൾ. നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങുന്നു, കുറച്ച് കഴിയുമ്പോൾ വിൽക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ഇത് ട്രേഡിംഗ് പോലെ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കണമെന്നില്ല. സ്വിംഗ് ട്രേഡിംഗ് പോലെ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് ഷെയറുകൾ മേടിച്ച് ഉത്തരവാദിത്വത്തോടെ അത് കീപ്പ് ചെയ്ത് അത് വളരുമ്പോൾ മാത്രം വിൽക്കുന്ന ആളുകളുണ്ട്. നല്ല ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ ചെയ്ത് മികച്ച കമ്പനിയാണെന്ന് തിരിച്ചറിഞ്ഞ് മാത്രം ചെയ്യുന്ന ആളുകൾ. ചൂതാട്ടം പോലെ ചെയ്യുന്ന ആളുകളുടെ കാര്യമല്ല പറയുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മളൊരു കമ്പനിയുടെ കുറച്ച് ഷെയറുകൾ മേടിച്ച് വെച്ചു എന്ന് കരുതുക. 1 ലക്ഷം രൂപയ്ക്കായിരിക്കും മേടിച്ച് വെച്ചത്. കുറച്ച് കഴിയുമ്പോൾ ആ ഷെയറിന് 2 ലക്ഷം രൂപയായി. അതായത് 1 ലക്ഷം രൂപയുടെ ലാഭം അതിന് വന്നു കഴിഞ്ഞു. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന് ലാഭമാണ്. എന്നാൽ അത് വിറ്റിട്ടില്ല എങ്കിൽ ലാഭമായിട്ട് ഗവൺമെൻറ് കൺസിഡർ ചെയ്യില്ല. നമ്മുടെ അസറ്റായിട്ട് നമ്മളവിടെ മാറ്റി വെച്ചതാണ്. എപ്പോഴാണോ വിൽക്കുന്നത് ആ സമയത്തായിരിക്കും നമ്മൾ നികുതി കൊടുക്കുക. അപ്പോൾ അംബാനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അംബാനിക്ക് കോടികളുടെ വെൽത്ത് ഉണ്ട്, പക്ഷേ അത് കമ്പനികളുടെ ഷെയർ ആയിട്ടാണ്. അത് എപ്പോഴാണോ അദ്ദേഹം വിൽക്കുന്നത് അപ്പോൾ മാത്രം അതിന് നികുതി കൊടുത്താൽ മതി. അപ്പോൾ മേൽ പറഞ്ഞതുപോലെ 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ മേടിച്ചു, കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ അതിന് 2 ലക്ഷം രൂപയായിട്ടുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിൽ, ഒരു വർഷത്തിനുള്ളിൽ ഞാനത് വിൽക്കുകയാണെന്ന് കരുതുക, മുഴുവൻ വിറ്റ് കളഞ്ഞു. 1 ലക്ഷത്തിന് മേടിച്ചു, 2 ലക്ഷത്തിന് വിറ്റു. അപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ലാഭം എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപയിൽ നിന്ന് കുറച്ച് കുറയും, കാരണം കുറച്ച് ചാർജസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ. എന്താണെങ്കിലും ഏതാണ്ട് 1 ലക്ഷം രൂപ എന്ന് നമ്മൾ തീരുമാനിക്കാം. അപ്പോൾ ഒരു വർഷത്തിനുള്ളിലാണ് ഈ ഓഹരി വാങ്ങി വിറ്റ ലാഭം എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക. കാരണം അത് ഷോർട്ട് ടേമിൽ ഉണ്ടാക്കിയിട്ടുള്ള ലാഭമാണ്. ഈ ലാഭത്തിന് കഴിഞ്ഞ വർഷം വരെ നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന നികുതി, ലാഭത്തിൻ്റെ കാര്യം മാത്രം നോക്കൂ. 1 ലക്ഷം രൂപയല്ലേ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ലാഭത്തിൻ്റെ 15% നികുതി കൊടുക്കണം. 15% നികുതിയാണ്. പിന്നെ സെസ്സും കാര്യങ്ങളും എല്ലാം കുറച്ച് ചാർജസ് എല്ലാം വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കി നമ്മൾ 15,000 രൂപയെങ്കിലും നികുതിയായിട്ട് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം, ഈ 15% എന്നത് ഒറ്റയടിക്ക് 20% മാറ്റിയിരിക്കുകയാണ്. അതായത് 15,000 രൂപ നമ്മൾ നികുതി കൊടുക്കേണ്ടിയിരുന്നിടത്ത് 20,000 രൂപ നികുതി കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഈ 1 ലക്ഷം രൂപ ആയിരിക്കില്ല ചിലപ്പോൾ ലാഭം. ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയായിരിക്കും ലാഭം ഉണ്ടാവുക. ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം രൂപയിലധികം സ്വിംഗ് ട്രേഡിലൂടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപയാണ് ഗവൺമെൻറ്റിന് നികുതിയായിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ജോലി ചെയ്യുന്നു, വരുമാനം ഉണ്ടാക്കുന്നു, അപ്പോൾ വരുമാന നികുതി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു. എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ, ഗ്രോസറി മേടിക്കുകയാണെങ്കിലോ എന്ത് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിലോ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ നികുതി, GST ഒക്കെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ കയ്യിൽ ബാക്കി വരുന്ന പണം നമ്മൾ നിക്ഷേപിക്കുകയാണ്. ആ നിക്ഷേപം വളരുന്നതിനുണ്ടാവുന്ന ലാഭം ഗവൺമെൻറ് എടുക്കുകയാണ്. അപ്പോൾ ലോസ് ആണെങ്കിലോ ഗവൺമെൻറ് പറയുന്നത് നിങ്ങളുടെ നഷ്ടം നിങ്ങളുടെ മാത്രം നഷ്ടമാണ്, നിങ്ങളുടെ ലാഭം ഞങ്ങളുടെ കൂടെ ലാഭമാണ്. ലാഭം ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് വേണം. ലോകത്ത് എവിടെ നോക്കുകയാണെങ്കിലും ഇതേ സിസ്റ്റം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ നൽകുന്ന ഫെസിലിറ്റികൾക്കനുസരിച്ചാണോ നികുതി പിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നോക്കേണ്ടതാണ്. 15% എന്നുള്ളത് 20% മാറിയിരിക്കുകയാണ്. ഇനി നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലിസ്റ്റഡ് ഓഹരികളുടെ കാര്യത്തിലെല്ലാം ലോങ് ടേം എന്ന് പറയുന്നത് 1 വർഷത്തിലധികം നമ്മൾ കീപ്പ് ചെയ്യുന്ന ഓഹരികളാണ്. മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഓരോ SIPയും ഓരോ നിക്ഷേപമായിട്ടാണ് കരുതുക. ഇന്ന് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പ്രകാരം ഞാൻ ഒരു 1000 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഇതേ ദിവസമാകുമ്പോഴാണ് അത് 1 വർഷം ആവുക എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ് ടേം ആണ്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ഗവൺമെൻറ് ഒരു നല്ല കാര്യവും നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നികുതി ഒരല്പം കൂട്ടിയിട്ടുമുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങി 2 ലക്ഷം രൂപയായി. പക്ഷേ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വിൽക്കുന്നത്. അപ്പോൾ ഏത് നികുതിയാണ് അതിന് ആപ്ലിക്കബിൾ ആവുക? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. കാരണം 1 വർഷത്തിലധികം ആ ഓഹരി ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം വരെ 1 ലക്ഷം രൂപ വരെ ഉണ്ടാക്കുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുകൾക്ക് നമ്മൾ 1 രൂപ പോലും നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി വരുന്ന പണത്തിന് 10% ഫ്ലാറ്റ് റേറ്റിൽ നമ്മൾ നികുതി കൊടുത്താൽ മതി. ഞാൻ 30% ടാക്സ് റേറ്റിൽ നികുതി അടയ്ക്കുന്ന ഒരാളാണ്, ഡയറക്റ്റ് ടാക്സിൽ നികുതി അടയ്ക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വഴി ഒരു നിശ്ചിത തുക ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് 10% മാത്രം ഞാൻ നികുതി കൊടുത്താൽ മതി. നല്ല കാര്യമാണ്. ഷെയർ മാർക്കറ്റിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന, കൂടുതൽ ലോങ് ടേമിലേക്ക് നിക്ഷേപം നടത്തി പണം നല്ല രീതിയിൽ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ വലിയ രീതിയിൽ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. 2008 മുന്നേ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് 1 രൂപ പോലും നികുതി ഇല്ലായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് പതിയെ നികുതി കൂട്ടി വന്നതാണ്. ഇപ്പം നമ്മൾ നോക്കിയാൽ ഈ 10% എന്നത് 12.5% കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ലക്ഷത്തിന് വരെ നികുതി കൊടുക്കേണ്ട എന്നത് 1.25 ലക്ഷം എന്ന രീതിയിലേക്ക് കൂട്ടിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലാഭം തന്നെയാണ്. കാരണം 1 ലക്ഷം രൂപ വരെയായിരുന്നു അത് നികുതി കൊടുക്കേണ്ടാത്ത ആവശ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1.25 ലക്ഷം രൂപയാക്കി. പക്ഷേ അതിനുശേഷം ഉണ്ടാക്കുന്ന 1.25 ലക്ഷത്തിന് അധികം നമ്മൾ എത്ര ഉണ്ടാക്കുന്നോ അത് നോക്കി അതിന് 12.5% നമ്മൾ നികുതി കൊടുക്കേണ്ടതാണ്. എല്ലാ നികുതിയും കൊടുത്ത്, എല്ലാ സാധനം മേടിക്കുമ്പോഴും നികുതി കൊടുത്ത്, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ലോങ് ടേമിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്ത് ലോങ് ടേമിൽ ലാഭം ഉണ്ടാക്കുമ്പോൾ
കഴിഞ്ഞ തവണ കൊടുത്തതിനേക്കാളും 2.5% അധികം ഇപ്പോൾ നികുതി കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇനി അൺലിസ്റ്റഡ് ഫൈനാൻഷ്യൽ അസറ്റുകൾ അല്ലെങ്കിൽ നോൺ ഫൈനാൻഷ്യൽ അസറ്റുകളായിട്ടുള്ള നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സ്വർണം പോലുള്ള സംഭവങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പലപ്പോഴും ആളുകൾ ഒരു നിക്ഷേപം എന്ന രീതിയിൽ മേടിച്ച് വെക്കാറുണ്ട്. സ്ഥലം മേടിച്ച് കുറച്ച് വർഷം കഴിയുമ്പോൾ വിൽക്കാറില്ലേ? ഇപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഈ ലാൻഡിൻ്റെ എല്ലാം കാര്യം നോക്കുകയാണെങ്കിലും അതിൻ്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് 20% നികുതിയായിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. ലാഭത്തിന് മാത്രം കൊടുത്താൽ മതി, പക്ഷേ 20% നമ്മൾ നികുതി കൊടുക്കേണ്ടിയിരുന്നു. ഇപ്പോൾ അത് ഫ്ലാറ്റ് റേറ്റിൽ 12.5 കുറച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ നല്ലതാണല്ലോ എന്ന് തോന്നും. പക്ഷേ ഈ 20% നികുതി മുൻപേ ഉണ്ടായിരുന്നത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കൂടെ കൺസിഡർ ചെയ്താൽ വളരെ കുറവായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഒരു ലാൻഡ് മേടിക്കുകയാണ്. 10 വർഷം കഴിഞ്ഞ് അത് 10 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അപ്പോൾ നമുക്ക് 9 ലക്ഷമാണോ ലാഭം? ശരിക്കും 9 ലക്ഷം നമുക്ക് ലാഭമല്ല. കാരണം 10 വർഷം മുന്നേ 1 ലക്ഷം എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയായിരുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 8 ലക്ഷത്തിൻ്റെയൊക്കെ വാല്യൂ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഖ്യയായിരുന്നു 10 വർഷം മുന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ. ചിലപ്പോൾ 1 ലക്ഷത്തിന് 6 ലക്ഷത്തിൻ്റെ വാല്യൂ എങ്കിലും ഉണ്ടാവാം. അതെന്തെങ്കിലും ആട്ടെ, അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. നമുക്കറിയാം, പണപ്പെരുപ്പത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യും. അതിനുശേഷം ശരിയായി നമ്മൾ എത്ര ലാഭം ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കി അതിന് മാത്രം നമ്മൾ 20% നികുതി കൊടുത്താൽ മതി. ഇപ്പോൾ ആ കാൽക്കുലേഷൻ എടുത്ത് ഒഴിവാക്കി. സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒഴിവാക്കി, ലാൻഡിൻ്റെ കാര്യത്തിൽ ഒഴിവാക്കി. അപ്പോൾ കുറച്ച് അധിക കാലം നമ്മളൊരു ലാൻഡ് കീപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ കീപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലാതെ 12.5% നമ്മൾ നികുതി കൊടുക്കണം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് മുൻപത്തേക്കാളും നികുതി കൂടുതലാണ് എന്ന രീതിയിൽ ധാരാളം വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പറയുമ്പോൾ ഒരു നിക്ഷേപകൻ എന്ന രീതിയിൽ ഈ കാര്യത്തിനെ സമീപിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ കൂടെ നമ്മൾ പറയേണ്ടത് നിർബന്ധമാണല്ലോ. കുറ്റം മാത്രം പറഞ്ഞാൽ പോരല്ലോ. അപ്പോൾ ഈ അൺലിസ്റ്റഡ് ഫൈനാൻഷ്യൽ അസറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നോൺ ഫൈനാൻഷ്യൽ അസറ്റുകളായിട്ടുള്ള ലാൻഡിൻ്റെയും ഗോൾഡിൻ്റെയും ഒക്കെ കാര്യം നോക്കുകയാണെങ്കിലും 3 വർഷം എന്നുള്ളതായിരുന്നു ലോങ് ടേം ആയിട്ട് കണക്കാക്കുക. ഓഹരികളുടെ കാര്യം നമ്മൾ നോക്കിയപ്പോൾ എന്താണ്, 1 വർഷമല്ലേ ലോങ് ടേം ആയിട്ട് കണക്കാക്കുക, 1 വർഷത്തിന് ശേഷം. എന്നാൽ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിലും ഭൂമിയുടെ കാര്യത്തിലും നമ്മുടെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളായിട്ടുള്ള നമ്മുടെ വീടിൻ്റെ ഒക്കെ കാര്യം നോക്കുകയാണെങ്കിൽ 3 വർഷമായിരുന്നു ലോങ് ടേം ആയിട്ട് കണക്കാക്കുക. എന്നാൽ ഇപ്പോൾ അത് കുറച്ച് 2 വർഷമാക്കിയിട്ടുണ്ട്. 2 വർഷത്തിന് ശേഷം നമ്മൾ വിൽക്കുകയാണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കി 12.5% മാത്രം നമ്മൾ നികുതി അടച്ചാൽ മതി. അപ്പോൾ സ്വർണ്ണാഭരണം വാങ്ങി 2 വർഷം കഴിഞ്ഞ് പെട്ടെന്ന് വലിയ രീതിയിൽ വില കൂടുന്നൊരു സമയമാണെങ്കിൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ 20% എന്ന രീതിയിൽ നമ്മൾ കൊടുക്കേണ്ട. 2 വർഷത്തെ ഇൻഡെക്സേഷൻ കണക്കാക്കുന്ന സമയത്ത് ഒരു പക്ഷേ വളരെ കുറവായിരിക്കും. പണപ്പെരുപ്പം 2 വർഷത്തൊക്കെ നോക്കുമ്പോൾ കുറവായിരിക്കുമല്ലോ. 10 വർഷം 15 വർഷമൊക്കെ ആകുമ്പോഴാണ് അത് വലിയ രീതിയിൽ കൂടിയതായിട്ട് കാണുക. അപ്പോൾ പെട്ടെന്ന് വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കത് ലാഭമാവാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ STT, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്, നല്ല രീതിയിൽ തന്നെ കൂട്ടിയതായിട്ട് കാണാം. ഏതാണ്ട് ഇരട്ടിയോളമാണ് കൂട്ടിയിട്ടുള്ളത്. അതിൻ്റെ കാരണം ഒരു പക്ഷേ നമ്മൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പലരും ഗാംബ്ലിംഗ് പോലെ, ചൂതാട്ടം പോലെയാണ്, പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടിയിട്ടാണ് അതിനെ സമീപിക്കുന്നത്. വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഈ ഷെയർ മാർക്കറ്റിലേക്ക് പോകുന്ന ധാരാളം ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം അവർ സിസ്റ്റമാറ്റിക് ആയിട്ടല്ല അതിനെ പരിഗണിക്കുന്നത്. പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ടാണ്, ഒറ്റ ദിവസം കൊണ്ട് കോടീശ്വരനാവുക എന്ന രീതിയിലാണ് അവർ ചൂതാട്ടം പോലെയാണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സെബിയുടെ കണക്ക് പ്രകാരം 90% പേരും നഷ്ടമുണ്ടാക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സാമ്പത്തിക ഭദ്രത അവർക്ക് പ്രധാനപ്പെട്ടതാണ്. പെട്ടെന്ന് ആളുകൾ തകർന്ന് പോകാൻ പാടില്ല. അതുകൊണ്ടൊരു റെഗുലേഷൻ വേണം. റെഗുലേഷൻ കൃത്യമായിട്ട് സെബി നടത്തുന്നുണ്ട് എങ്കിലും ഒരു പിടുത്തം വേണം. അതിൻ്റെ ഭാഗമായിട്ട് ആളുകളെ നിരുത്സാഹപ്പെടുത്താനായിരിക്കാം ഈ ചാർജസ് കൂട്ടിയിട്ടുള്ളത്. വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് നല്ല അഭിപ്രായമാണ്. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒക്കെ കൂട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ഇനി ഓഹരികളുടെ കാര്യം തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ESOP ആയിട്ട് ഈ മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കമ്പനികളുടെ ഷെയറുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത്, റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നികുതി അടയ്ക്കുന്ന സമയത്ത് അതെല്ലാം വെളിപ്പെടുത്തണമെന്ന് നിയമമുണ്ട്. എത്ര ചെറിയ ഷെയർ ആണെങ്കിലും നമ്മൾ വെളിപ്പെടുത്തണം. ഇപ്പോൾ നമുക്കൊരു 50,000 രൂപയുടെ ഷെയർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് കരുതുക. അതൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഷെയറാണ്, വിദേശ ഇക്വിറ്റിയാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മളത് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ 10 ലക്ഷം രൂപ, നമ്മൾ 50,000 രൂപയുടെ ഷെയറേ നമ്മുടെ കയ്യിലുള്ളൂ, പക്ഷേ 10 ലക്ഷം രൂപ നമ്മൾ ഫൈനായിട്ട് അടയ്ക്കണം. എന്നാൽ ഈ പുതിയ ബജറ്റ് പ്രകാരം നമ്മുടെ കയ്യിൽ 20 ലക്ഷം രൂപയുടെ വരെ ഓഹരികൾ ഉണ്ട് എങ്കിലും നമ്മളത് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ യാതൊരുവിധ ഫൈനും അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത്, ശമ്പളം വാങ്ങുന്ന ആളുകളെല്ലാം കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാറുണ്ട്. അവർക്ക് വേറെ വഴിയൊന്നുമില്ല. ഈ കച്ചവടം നടത്തുന്നവരാണെങ്കിലും അല്ലാതെ ബിസിനസ് നടത്തുന്നവരാണെങ്കിലും ഒക്കെ കയ്യിലൊക്കെ പണം മേടിച്ചാലൊക്കെ അവർ പല രീതിയിലും ഇൻകം ടാക്സുകൾ വെട്ടിക്കുന്നത് കാണാറുണ്ട്. പക്ഷേ ഈ സാലറീഡ് ആളുകൾക്ക് ഒരു വിധത്തിലും ഇൻകം ടാക്സിൽ നിന്ന് രക്ഷ നേടാൻ പറ്റില്ല. കൃത്യമായിട്ട് അവർ നികുതി അടയ്ക്കുക തന്നെ വേണം. നികുതി അടയ്ക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ല കാര്യം എന്ന് പറയുന്നത്. കാരണം വൈറ്റായിട്ട് നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഓൾഡ് ടാക്സ് റെജീം എന്ന് പറയുന്ന ഒരു
നികുതിയുടെ ഒരു സ്ലാബ് ഇപ്പം നിലവിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ നികുതി അടയ്ക്കാവുന്നതാണ്. അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജീം ഉണ്ടായിരുന്നു, ഈ അടുത്ത് അവതരിപ്പിക്കപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമൊക്കെ ധാരാളം ആളുകൾ ആ രീതിയിലാണ് ടാക്സ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഞാനും ഇൻകം ടാക്സ് അടച്ചിട്ടുള്ളത് ന്യൂ ടാക്സ് റെജീം പ്രകാരമാണ്. എന്നാൽ പുതിയ ഈ ന്യൂ ടാക്സ് റെജീമിനെ പല സമയത്തായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഗവൺമെൻറ് വരുത്തിയിരുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ ന്യൂ ടാക്സ് റെജീം പ്രകാരമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ തവണയെല്ലാം എല്ലാവരും നികുതി അടച്ചിട്ടുള്ളത്. എന്നാൽ അതിന് വീണ്ടും മാറ്റങ്ങൾ ഇത്തവണ വരുത്തിയത് കാണാം. പക്ഷേ ഓൾഡ് ടാക്സ് റെജീം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. കാലങ്ങൾ കൊണ്ട് പുതിയ ടാക്സ് റെജീമിലേക്ക് ആളുകളെ മാറ്റുക എന്നത് തന്നെ ആയിരിക്കാം ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും മാറ്റങ്ങൾ നോക്കിയാൽ വളരെ ചെറിയ മാറ്റമാണ്. ഒരു 6 ലക്ഷം മുതൽ ഒരു 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഒരു കുറച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു സ്ലാബ് ചേഞ്ച് വന്നതായിട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. പക്ഷേ അതിൽ കൂടുതൽ വരുമാനമുള്ള ആളുകൾക്ക് വല്ലാതെ ആശ്വസിക്കാനുള്ള വകയൊന്നുമില്ല. അതായത് ഒരു ഇടത്തരത്തിൽ നിൽക്കുന്ന അപ്പർ മിഡിൽ ക്ലാസ് ഒന്നും അല്ലാത്ത മിഡിൽ ക്ലാസ്സിനൊക്കെ താഴെ നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്കൊരു മിഡിൽ ക്ലാസ്സിലേക്കെല്ലാം എത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സമ്പന്നനാവണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഇപ്പോഴും ആശ്വസിക്കാൻ പ്രത്യേകിച്ച് വകയൊന്നുമില്ല എന്നാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇത് പറയുമ്പോൾ വാർഷിക വരുമാനം 6 ലക്ഷം മുതൽ 10 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ 80,000 രൂപയൊക്കെ മാസ വരുമാനമുണ്ട്. അത് അത്ര കുറവാണോ എന്നെല്ലാം ചിന്തിക്കാം. പക്ഷേ നമ്മുടെ ക്യാൻവാസ് നമ്മൾ കുറച്ചുകൂടെ വലുതാക്കണം, നമ്മുടെ ചിന്ത കുറച്ചുകൂടെ വലുതാക്കണം. ഒരു 2007, 2008 കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു മാസ വരുമാനം 1 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഖ്യയായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സിറ്റികളുടെ വലുപ്പം നോക്കിയാൽ, ജോലികളുടെ വലുപ്പം നോക്കിക്കഴിഞ്ഞാൽ മാസ വരുമാനം 1 ലക്ഷം രൂപ എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം ഒരു മിഡിൽ ക്ലാസ് എന്ന രീതിയിലേക്ക് തന്നെ രൂപപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ക്യാൻവാസ് കുറച്ചുകൂടെ വലുതാക്കി കുറച്ചുകൂടെ വിശാലമായിട്ട് ചിന്തിച്ചാലാണ് ഉയർന്ന വരുമാനത്തിലേക്കൊക്കെ നമുക്ക് നടക്കാൻ പറ്റുക എന്ന കാര്യം കൂടെ ഈ അവസരത്തിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഓൾഡ് ടാക്സ് റെജീമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ധാരാളം തരത്തിലുള്ള ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ വരുമാനം നമുക്ക് ഈ ഇന്ന കാര്യത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അത് കുറയ്ക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു, അതിനുള്ള പ്രൊവിഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ന്യൂ ടാക്സ് റെജീമിൽ ഈ കഴിഞ്ഞ വർഷം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് 50,000 രൂപ വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കാണിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് 7.5 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ 7 ലക്ഷമാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം. അപ്പോൾ ഈ 7 ലക്ഷത്തിന് മാത്രം നികുതി അടച്ചാൽ മതി. പുതിയ നികുതി സ്ലാബ് പ്രകാരം 7 ലക്ഷം രൂപ വരെ ശരിക്കും നികുതി അടയ്ക്കാതിരിക്കാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് താനും. എന്നാൽ ഈ 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന കാര്യം 75,000 രൂപയായിട്ട് ഗവൺമെൻറ് ഉയർത്തിയിട്ടുണ്ട്. ഇതുമൂലം ഒരു സാലറീഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആവറേജ് ആയിട്ട് ഒരു 17,500 രൂപയൊക്കെ നികുതി ഇനത്തിൽ ലാഭിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഫാമിലി പെൻഷനേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്കുണ്ടായിരുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു 15,000 രൂപയായിരുന്നു. എന്നാൽ അത് വർദ്ധിപ്പിച്ചപ്പോൾ 25,000 രൂപയാക്കിയിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ നികുതി സ്ലാബുമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ കൂടുതലാണ് എന്ന കാര്യം ഗവൺമെൻറ് സമ്മതിച്ച് തരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കൂടുതൽ പേർക്ക് ജോലി കിട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഈ ബജറ്റിൽ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും കാണാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് ഫോർമൽ സെക്ടറിൽ ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന EPFOയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു തൊഴിലാളിക്ക് മാസവരുമാനം 1 ലക്ഷം രൂപ വരെയാണ് എങ്കിലും 15,000 രൂപ വരെ അവർക്ക് ഗവൺമെൻറ് 3 ഗഡുക്കളായിട്ട് കൊടുക്കാം എന്ന തീരുമാനം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം പേർക്ക് ഉപകാരപ്പെടാനും സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ചെറുപ്പക്കാർ മാനുഫാക്ചറിംഗ് രംഗത്താണ് ജോലി നേടുന്നത് എങ്കിൽ ആദ്യ 4 വർഷം അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കാമെന്ന തീരുമാനവും ഈ ബജറ്റിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഇനി ജോലി കൊടുക്കുന്ന ആളുകൾക്ക്, എംപ്ലോയേഴ്സിന് ഗുണകരമായിട്ടുള്ള ഒരു നീക്കം വന്നിട്ടുണ്ട്. അത് തൊഴിലാളികൾക്കും ഇവഞ്ച്വലി ഗുണമാവാൻ സാധ്യതയുണ്ട്. അതായത് പുതിയ ഒരാളെ ജോലിക്ക് എടുക്കുകയാണെങ്കിൽ 3,000 രൂപ ഒരു മാസം വെച്ച് ഗവൺമെൻറ് ഈ എംപ്ലോയർക്ക് കൊടുക്കുന്നതാണ്. അത് പുതിയ ആളുകളെ ജോലിക്ക് എടുക്കാൻ അവർക്ക് കൂടുതൽ ഒരു ഗുണം നൽകുന്നതാണ്. അവരുടെ കമ്പനിക്കും ഗുണമാണ്, കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടാൻ അത് സാധ്യത ഉണ്ടാവുന്നതുമാണ്. ഇത്തരത്തിൽ 2 വർഷം വരെ ഇങ്ങനെ 3,000 രൂപ ഒരു മാസം വെച്ച് കിട്ടാനുള്ള പദ്ധതികൾ ഗവൺമെൻറ് ഈ ബജറ്റിലൂടെ അവതരിപ്പിച്ചത് കാണാം. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഇൻറ്റേൺഷിപ്പ് അവസരങ്ങൾ കൂട്ടുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് 5,000 രൂപ പ്രതിമാസം കിട്ടുന്ന ഇൻറ്റേൺഷിപ്പ് സ്റ്റൈപ്മെൻറ്റുകളും ഈ ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി വളരെ ചുരുക്കി ലോണുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ലോണിന് ഗവൺമെൻറ് ചില നിബന്ധനകളെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ 3% വരെ സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ മുദ്രാ ലോണിൻ്റെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 20 ലക്ഷം രൂപയായിട്ട് അതിൻ്റെ ലിമിറ്റ് ഉയർത്തിയത് നമുക്ക് കാണാം. പിന്നെ സ്കിൽ ലോണുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 7.5 ലക്ഷം രൂപയാണ് അതിൻ്റെ ലിമിറ്റായിട്ട് പറയുന്നത്. അതുപോലെ 25,000 വിദ്യാർത്ഥികൾക്ക് രാജ്യമെമ്പാടും ഇതിൻ്റെ ഗുണം ലഭിക്കുമെന്നും ഗവൺമെൻറ് കണക്ക് കൂട്ടുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഏത് ബജറ്റിൻ്റെ കാര്യം നോക്കിയാലും ഇന്ന മേഖലകളിലേക്ക് ഇത്ര തുക മാറ്റിവെച്ചു എന്ന കണക്ക് നമ്മൾ കാണാറുണ്ട്. അതൊരു പക്ഷേ നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന 2 പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഈ ബജറ്റിലുള്ളത്. അതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ കാര്യം, സ്വർണ്ണത്തിൻ്റെ വില കുറയാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. അത് ഇതിനോടകം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുണ്ടായിരുന്ന ഡ്യൂട്ടി 15% കസ്റ്റംസ് ഡ്യൂട്ടി 10%, അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ സെസ് എല്ലാം നോക്കിയാൽ ഒരു 5%
ശതമാനവും ആകെ 15% വിദേശത്തുനിന്ന് സ്വർണം ഇന്ത്യയിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിന് ഡ്യൂട്ടി ആയിട്ട് ചാർജ് ചെയ്യപ്പെടുന്നത്. ആ വില കൂടെ കൂട്ടിയാണ് ഉപഭോക്താവിന് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സ്വർണത്തിന് വില കൂടാനും സ്വർണ്ണക്കടത്ത് ലാഭമാവാനും ഇത് കാരണമായിട്ടുണ്ട്. കാരണം 15% ലാഭിച്ചൂടെ സ്വർണം കടത്ത് ആണെങ്കിൽ? അത് മാത്രമല്ല, ഒറ്റ കടത്തിന് നമ്മുടെ ശരീരത്തിനുള്ളിലെല്ലാം വെച്ച് ഒളിപ്പിച്ച് കൊണ്ടുവരുന്നത് 1 കിലോയോളം സ്വർണ്ണമൊക്കെയാണ്. 1.5 കിലോ എല്ലാം കടത്തുന്നവരുണ്ട്. ഈ 1 കിലോ സ്വർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ 125 പവനോളം വരും. ഇത് 22 ക്യാരറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി തങ്കം കൊണ്ടുവരുമ്പോഴും അതിൽ ചിലപ്പോൾ കെമിക്കൽ മിക്സ്ചേഴ്സൊക്കെ ഉണ്ടാവും. എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും 100 പവനോളം സ്വർണ്ണം ഒരാൾക്ക് കടത്താൻ പറ്റും. അപ്പോൾ ഏത് രീതിയിലുള്ള ലാഭമാണ് ഉണ്ടാക്കുന്നത്? പക്ഷേ ഈ 15% ഡ്യൂട്ടി കുറച്ച് 6% മാറ്റിയിട്ടുണ്ട്. അതുകൂടാതെ ഇങ്ങനെ സ്വർണ്ണക്കടത്തിന് വലിയ ശിക്ഷയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണക്കടത്തൊക്കെ നിൽക്കാനുള്ള ഒരു സാധ്യത ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതൊരു പക്ഷേ സ്വർണ്ണക്കടത്തിൽ നിലനിൽക്കുന്ന എക്കോണമികളെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. കേരളം പോലുള്ള പല സ്ഥലങ്ങളിലും ഈ ഗോൾഡ് റിലേറ്റഡ്, പ്രത്യേകിച്ച് സ്മഗ്ലിംഗ് ഗോൾഡ് റിലേറ്റഡ് എക്കോണമികൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ നോക്കിയാൽ മനസ്സിലാവും. സ്വർണ്ണക്കടകളിലേക്കൊക്കെ എത്തുന്നത് അധികവും ഇങ്ങനെ കടത്തപ്പെട്ട സ്വർണ്ണങ്ങളാണ് അല്ലേ? സത്യം മറച്ചു വെക്കുന്നതിന് കാര്യമല്ല. ഇതിപ്പോൾ സ്വർണ്ണക്കടത്തിന് പിടിച്ച് ഫോട്ടോ വന്നാൽ പോലും, പത്രത്തിൽ ഫോട്ടോ വന്നാൽ പോലും യാതൊരു പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. വളരെ കോമൺ ആയി മാറിയിട്ടുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. വലിയ ക്രിമിനൽ കുറ്റമല്ല എന്ന് കരുതുന്ന നാട്ടുകാരുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലെ എക്കോണമിയെ ഇതെങ്ങനെ ബാധിക്കുമെന്നത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ടാക്സിലുള്ള വ്യത്യാസം മൂലം മൊബൈൽ ചാർജറുകൾക്കും മൊബൈൽ ഫോണിനുമെല്ലാം വില കുറയും എന്നാണ് കരുതപ്പെടുന്നത്. എന്താണെങ്കിലും ഓരോ കാര്യങ്ങളും എണ്ണി പറയുന്നതിലും കുറച്ചുകൂടെ നല്ലത് നമുക്ക് ഇതേപോലെ ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നതാണല്ലോ. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ പറയാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. പുതിയ കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നല്ല അഭിപ്രായങ്ങളുണ്ടാവും, മോശം അഭിപ്രായങ്ങളുണ്ടാവും, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് കമൻറ്റിലൂടെ എഴുതാവുന്നതാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞല്ലോ, നിക്ഷേപം എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം ലൈഫ് നേരെ പോകണമെങ്കിൽ, നല്ല രീതിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണമെങ്കിൽ നമുക്കൊരു എമർജൻസി ഫണ്ട് വേണം, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണം, ഒരു ടേം ഇൻഷുറൻസ് വേണം. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എമർജൻസി ഫണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ സ്വരുക്കൂട്ടി തുടങ്ങുക. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കമ്പനിയുടേതും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ താരതമ്യം ചെയ്തെടുക്കണം. അത്തരത്തിൽ താരതമ്യം ചെയ്ത് ഹെൽത്ത് ഇൻഷുറൻസിന് 25% വരെയും ടേം ഇൻഷുറൻസിന് 10% വരെയും ഡിസ്കൗണ്ടോടെ ഓൺലൈനിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ട ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കയറി നോക്കി ഇപ്പം തന്നെ എടുക്കുക. NRIs ആണ് എടുക്കുന്നതെങ്കിൽ 18% വരെ GST വെയ്വർ കിട്ടാനുള്ള അവസരവും ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.